ഒരു ഫൈറ്റർ, 10 തല, ക്രൂരമുഖം, ഇതൊക്കെ തികഞ്ഞൊരു വില്ലൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി എത്തണ ഒരൊറ്റ രൂപയുള്ളൂ, രാവണന്റെ. തകർച്ചകൾ പറ്റിയിട്ടുണ്ടാവാം, തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം. പക്ഷെ ചരിത്രം ജയിച്ചവരുടെ കൂടെ മാത്രമേ നിൽക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രം വില്ലനായ ഒരാളാണ് രാവണൻ. ഈ 10 തലകള് മറ്റുള്ളവരെ പേടിപ്പിക്കാനുള്ളത് മാത്രമല്ല, 10 ആൾക്കാരുടെ ബുദ്ധിയും അറിവും എല്ലാം ആ ഒരൊറ്റ തലച്ചോറിലുണ്ടായിരുന്നു. ശിവഭക്തനാണ്. ശിവതാണ്ഡവ സ്തോത്രം സ്വയം എഴുതി കമ്പോസ് ചെയ്ത ആളാണ്. വീണവായനയില് പ്രഗത്ഭനാണ്. അതുപോലെ തന്നെ വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ മനപ്പാടാണ്. ആയുർവേദം, ജ്യോതിഷം, ഇതൊക്കെ കൈവെള്ളയിലെടുത്ത് അമ്മാനാടും. അത്ര അറിവുണ്ട്. സീതയെ പ്രണയിച്ചു എന്നുള്ളത് രാവണന്റെ നാശത്തിന് കാരണമായിട്ടുണ്ടാവാം. പക്ഷെ ലക്ഷ്മണൻ ശൂർപ്പണഖയെ അപമാനിച്ചപ്പോ അതിനെതിരെ പോരാടിയ ഒരു രാവണനുണ്ട്. സഹോദരിക്ക് വേണ്ടി അത്രയും ക്ലിയർ ആയി പോരാടിയ ഒരു കെയർ ടേക്കർ ബ്രദറിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. തൻ്റെ മരണം രാമന്റെ കൈകൊണ്ടാണെന്ന് വ്യക്തമായിട്ട് അറിയാം രാവണന്. എന്നിട്ടും പിന്മാറാതെ, ഒട്ടും ഭയക്കാതെ ഒരു സിംഹത്തിനെ പോലെ പോരാടിയില്ലേ. രാമൻ പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിൽ രാവണൻ റിയാലിറ്റി ആയിരുന്നു. രാമ ഈസ് ദ വൺ ഹു ഈസ് ദ മോസ്റ്റ് പെർഫെക്റ്റ്. പക്ഷെ രാവണൻ തൻ്റെ വികാരങ്ങളെ, അത് സ്നേഹമാണെങ്കിലും പ്രണയമാണെങ്കിലും കോപമാണെങ്കിലും എന്താണെങ്കിലും ഫിൽട്ടർ ചെയ്യാതെ പുറത്ത് കാണിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനാണ്.